കിടന്നു, ഞാൻ തുണിയില്ലാതെ കിടന്നു, ഞാൻ ബ്രാ മാത്രം ഇട്ടു, നിങ്ങൾക്ക് എന്താ കുഴപ്പം, ആണുങ്ങൾക്ക് എന്താ? പുരുഷന് കാഴ്ചയിലൂടെയാണ് സെക്ഷൽ ഫീലിങ്സ് വരുന്നത്. നമ്മുടെ ബ്രസ്റ്റിന്റെ ഭാഗം കാണിച്ചുകൊണ്ടിടുമ്പോ അല്ലെങ്കിൽ പൊക്കിൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോ അവരുടെ സെക്ഷൽ ഫീലിംഗ് അറിയാതെ വരും. മൈ ബോഡി മൈ റോൾ എന്നൊരു കൺസെപ്റ്റ് ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്, എസ്പെഷ്യലി പെൺകുട്ടികളിൽ. അതിനെക്കുറിച്ച് മാമിന് എന്താണ് പറയാനുള്ളത്? നമുക്കങ്ങനെ പറയാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിന്റെ കോൺസിക്വൻസ് കാണുമ്പോൾ തന്നെ കരഞ്ഞുകൊണ്ട് വരരുത്. ഞാൻ ഇഷ്ടമുള്ള പോലെ ഇട്ടു, ഞാൻ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചു, എന്നിട്ട് അല്ലെങ്കിൽ ഞാൻ ഇഷ്ടമുള്ള ഒരു ഉമ്മ കൊടുത്തു, ഞാൻ കിടന്നു, ഞാൻ തുണിയില്ലാതെ കിടന്നു, സ്വിമ്മിംഗ് പൂളിൽ കിടന്നു, എന്നിട്ട് അവർ പലരും പല രീതിയിൽ കാണുമ്പോൾ അതിനെ അവർ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരാൻ പാടില്ല. നിങ്ങൾ അപ്ലോഡ് ചെയ്തത് കൊണ്ടാണ് അവരും അത് മിസ്യൂസ് ചെയ്യുന്നത്. ആ രീതിയിലാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ചില സ്ത്രീകൾ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ലെഗിൻസ് ഇട്ടു, അല്ലെങ്കിൽ ഞാൻ ഷോർട്ട്സ് ഇട്ടു, ഞാൻ സ്ലീവ്ലെസ് ഇട്ടു, ഞാൻ ബ്രാ മാത്രം ഇട്ടു, നിങ്ങൾക്ക് എന്താ കുഴപ്പം, ആണുങ്ങൾക്ക് എന്താ എന്ന് പറയുമ്പോൾ അതിന്റെ സൈക്കോളജി ഞാൻ പറഞ്ഞു തരാം. ഈ എല്ലാവരും പുരുഷന്മാരുടെ പറയുന്ന നരമ്പ് രോഗികളാമാര്, ഞാൻ ഇഷ്ടമുള്ള പോലെ എന്റെ പൊക്കിൾ കാണിച്ച് നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്നൊക്കെ ചില സ്ത്രീകൾ ഇങ്ങനെ കമന്റ്സ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്ന കാണുമ്പം എനിക്ക് സഹതാപം തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള പെൺകുട്ടികളോട്. അത് പുരുഷന്റെ സൈക്കോളജി അറിയാഞ്ഞിട്ടാ. പുരുഷന് കാഴ്ചയിലൂടെയാണ് സെക്ഷൽ ഫീലിങ്സ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രസ്റ്റിന്റെ ഭാഗം കാണിച്ചുകൊണ്ടിടുമ്പോ അല്ലെങ്കിൽ പൊക്കിൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ദൈവം അവനെ അങ്ങനെ സൃഷ്ടിച്ചത് അതുകൊണ്ടാണ്. അപ്പൊ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് ചില പുരുഷന്മാർക്ക് ശരി ടച്ച് ചെയ്യാനും തൊടാനും പിടിക്കാനും ഒക്കെ തോന്നുന്നത്. അപ്പൊ അങ്ങനെയുള്ളടുത്ത് ഞാൻ പറയാ, സാധാരണ എന്റെ ബോഡി ആണെങ്കിലും എന്റെ ഫ്രീഡം ആണെങ്കിലും നമുക്കൊരു ഇച്ചിരി ഒരു സദാചാരബോധമൊക്കെ വേണ്ടേ? ഞാൻ ഫെമിനിസ്റ്റ് ആയല്ല, നമുക്ക് ഇഷ്ടമുള്ളത് പോകാം. അവരുടെ സൈക്കോളജി അവരങ്ങനെ ആകുന്നു. പിന്നെ നമ്മൾ അവനെ ഒരു സെക്ഷൽ ഒരു ക്രൈം ചെയ്യാൻ എന്റെ ബോഡി കാരണമാക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കുറ്റവാളിയാണ്. പ്രേരണാകുറ്റം എന്നാണ് പറയുന്നത്. പ്രേരണാകുറ്റം അത് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാനൊരു കാരണമാണെന്ന് ഞാൻ പറയും. ഞാനിപ്പോ ഡ്രസ് ഇല്ലാണ്ട് നടന്നതുകൊണ്ട് അവനൊരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ ഞാൻ കാരണമാകുന്നില്ലേ? അവനത് ഞരമ്പ് രോഗിയായതുകൊണ്ടോ അവന്റെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ ഇല്ല, അവന്റെ ബോഡിയുടെ സ്ട്രക്ചർ അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ വരില്ല. അവൻ വന്ന് തുണിയില്ല എന്നാണ് നമുക്ക് ഫീലിംഗ് വരില്ല. കാരണം നമുക്ക് ആ ഫീൽ വരുന്നത് സ്നേഹത്തിലൂടെയാണ്, കേൾവിയിലൂടെയാണ്. ഇത് രണ്ടും ടോട്ടലി ഡിഫറെന്റ് ആണ്. പിന്നെ പെൺകുട്ടികൾ ഇതൊന്നും ഇങ്ങനെ പറയുന്നത് എന്റെ ഫ്രീഡം ആണ്, എന്റെ പൈസ, എന്റെ ഡ്രസ്സ്, എനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാന്ന് പറയുന്നു. പക്ഷേ എനിക്കെന്തോ ആ ഒരു അഭിപ്രായത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. അതിനൊക്കെ ഒരു മൂല്യമില്ലേ? നമ്മുടെ പ്രിഷ്യസ് ആയ കാര്യങ്ങൾ നമ്മൾ പൊതിഞ്ഞു സൂക്ഷിക്കില്ലേ? ഞാനൊരു 25 ലക്ഷം രൂപയുടെ ഡയമണ്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഞാൻ കെയർ ചെയ്യും ഇല്ലേ? അവർ മൂല്യം കൊടുക്കാത്തവരെ ചന്തകളും ചവറുകളും ഇങ്ങനെ പറയും, എന്റെ ബോഡി ഞാൻ എക്സ്പോസ് ചെയ്യും. എന്തിനാണ് നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത്? അവരുടെ സംസ്കാരം അതേ അനുവദിക്കുന്നില്ല. അവർ അത്രയും മൂല്യം കൊടുക്കുന്നുള്ളൂ. ഞാൻ മൂല്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ മനോഹരമായിട്ട് വസ്ത്രം ധരിക്കും, നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നീറ്റായിട്ട് പോകും. കാരണം ഞാൻ എന്റെ ബോഡിക്ക് കൊടുക്കുന്ന സെൽഫ്